ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഡിസൈനാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നെക്ക് ഫസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കറക്റ്റ് നെക്ക് മെഷർമെൻറ്റ്സ് അനുസരിച്ച് നിങ്ങൾ റൗണ്ട് നെക്കോ വി നെക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ നെക്ക് നിങ്ങൾക്കത് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു റൗണ്ട് നെക്ക് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഞാൻ ഒരു സ്കെയിൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അങ്ങ് റൗണ്ട് വരച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഇവിടെ ആ ബോർഡർ ലൈനിൽ നിന്നും കുറച്ച് അകറ്റി നമ്മൾ കുറച്ച് പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് പെൻസിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ പെൻസിലിൻ്റെ പേര് അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ എന്നാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാ ബുക്ക് സ്റ്റാളിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അതേപോലെ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ നമുക്ക് കിട്ടും, അവൈലബിൾ ആയിട്ടുള്ള ഒരു പെൻസിലാണ് കേട്ടോ. അപ്സര എന്ന് പറഞ്ഞാൽ മതി, അപ്സരയുടെ പെൻസിലാണ് കേട്ടോ, അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ നമ്മൾ ചെയ്ത് കൊടുത്തു. ഇനി സെക്കൻഡ് ലെയർ നമ്മൾ ആദ്യം പോയിന്റ് കൊടുത്ത് തന്നെ കുറച്ച് ഗ്യാപ്പ് കൊടുക്കുക. ഏകദേശം ഒരു 1/2 ഇഞ്ചൊന്നും വേണ്ട, ഒരു 1/4 ഇഞ്ചിനേക്കാളും കുറച്ചും കൂടെ ഇട്ടിട്ട് നമ്മളിതാ ഇതേപോലെ ഒന്ന് ഓരോ പോയിൻറ്റിൻ്റെയും തൊട്ട് താഴെ തന്നെ നമ്മൾ വീണ്ടും പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒരു സെക്കൻഡ് ലെയർ ആയിട്ടുണ്ട്. നമുക്ക് അടുത്തത് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ലെയർ, ടോട്ടൽ ഒരു 4 ലെയറാണ് നമുക്ക് ആവശ്യം. ഏകദേശം 1.5 ഇഞ്ചിൽ നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ബോർഡർ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1.5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 ഇഞ്ചൊക്കെ ആകുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ലെയറും കൂടെ, അപ്പോൾ ഒരു 5 ലെയറൊക്കെ വരും നമുക്ക്. അപ്പോൾ ഇവിടെ ഞാൻ 4 ലെയറിലാണ് ചെയ്യുന്നത്. അപ്പോൾ 4 ലെയറിൽ നിങ്ങൾ അതേപോലെ ആദ്യം പോയിൻറ്റ്സ് ഇട്ട് കൊടുത്ത ഭാഗത്ത് തന്നെ നമ്മൾ ചെയ്തെടുക്കുക. കണ്ടോ, ഒരു 1.5 ഇഞ്ചിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഇങ്ങനെ പോയിൻറ്റിട്ട് കൊടുക്കുക. മനസ്സിലായെന്ന് കരുതുന്നു. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാവുന്ന കേട്ടോ. ഇത് ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. പിന്നെ നമുക്കിനിയും ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതപ്പോൾ നിങ്ങളുടെ ആം ഹോൾ എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആം ഹോൾ കർവൊക്കെ നല്ല അടിപൊളിയായിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ അതൊക്കെ വരച്ചൊക്കെ കൊടുത്തതിന് ശേഷം വേണം നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരിക്കലും ഫ്രെയിമിൽ വെച്ചിട്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കരുത്. ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു ഡെമോ ആയിട്ട് ക്ലാസ് ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ്, ഞാൻ പല വീഡിയോസിനകത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷോൾഡർ ടു യോക്ക് വരെയുള്ള ലെങ്ത് 14 ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 14 ഉള്ള ഭാഗത്തൊക്കെ ഇതേപോലെ പോയിൻറ്റ്സ് ഇട്ട് ഗ്യാപ്പ് കൊടുത്ത് ചെയ്ത് എടുക്കുക. കണ്ടോ, രണ്ട് പോയിൻറ്റ്സിൻ്റെ ഇടയ്ക്കായിട്ട് കണ്ടോ ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തത് ചെയ്യുമ്പോഴും അതുപോലെ ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഫ്രെയിമിൽ വെച്ചിട്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കരുത്. നിങ്ങൾ ആദ്യം മെറ്റീരിയലൊക്കെ നന്നായിട്ട് രണ്ടായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം സെൻറ്റർ കണ്ടുപിടിക്കുക. സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് ഈ ഒരു നെക്കൊക്കെ ഒരു പേപ്പറിലേക്ക് ഒരു ഓയിൽ ഷീറ്റോ അല്ലെങ്കിൽ സാധാരണ പേപ്പറിലോ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ട്രേസിങ് പേപ്പർ, അതായത് നമ്മുടെ കാർബൺ പേപ്പറൊക്കെ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പറ്റാവുന്നവർ മാത്രം ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുക. അല്ലാത്തവർക്ക് ഈ ട്രേസിങ് രീതിയിൽ നിങ്ങൾ ചെയ്ത് നല്ല കറക്റ്റ് പെർഫെക്ഷനായിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മനസ്സിലായി എന്ന് കരുതുന്നു. 1.5 ഇഞ്ചിൽ നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് യോക്ക് വരെയുള്ള ലെങ്ത് 14, അവിടെയൊക്കെ ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സിൽക്ക് ത്രെഡും അതേപോലെ തന്നെ വൈറ്റ് കളറിലെ പേൾസും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പോയിൻ്റ് കൊടുത്തിട്ടുള്ള ഈ ഒരു പോർഷനിലൊക്കെ ഞാനിനി നമ്മുടെ സാധാരണ നോർമൽ നീഡിലും പിന്നെ ത്രെഡും വെച്ചിട്ട് ഇതേപോലെ ഒരു ബീഡ്സ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തത് ചെയ്യുമ്പോഴും അപ്പോൾ എൻ്റെ കയ്യിൽ ഞാനപ്പോൾ ആദ്യം ചെയ്തപ്പോൾ ഇത്ര ചെറിയൊരു ബീഡായിപ്പോയി കേട്ടോ ചെയ്ത് കൊടുത്തത്. പക്ഷെ അടുത്തത് വന്നപ്പോൾ ഇത്ര കൂടെ വലിപ്പമുള്ള ബീഡായിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒരു വേരിയേഷൻ എന്തായാലും നിങ്ങൾക്ക് വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ചെറിയ ബീഡ്സ് ചെയ്യുമ്പോഴുള്ള ഒരു ഡിഫറൻസും വലിയ ബീഡ്സ് ചെയ്യുമ്പോഴുള്ള ഡിഫറൻസും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതെന്തായാലും നന്നായി എന്ന് കരുതുന്നു, കാരണം അത് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം കൂടെ ആയല്ലോ. ഇപ്പം ഞാനവിടെ ബീഡ്സൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് താഴേക്ക് നമുക്കിനി ബാക്കിയുള്ള ബീഡ്സുകളൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഇത്രയും ചെയ്ത് കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ ചിലപ്പോൾ ത്രെഡ് ചിലപ്പോൾ കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ 2 or 3 ബീഡ് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ബീഡ്സിൻ്റെ ചുറ്റിനും നമ്മൾ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ.
നോക്കിക്കോണേ. കണ്ടോ, ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്, ഒരു 8 സ്ട്രാൻഡ്സിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നീഡിൽ നമ്പർ 1 മാത്രമേ ഉപയോഗിക്കാവൂ. നീഡിൽ നമ്പർ 1ലാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്പർ 8 ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെയ്തപ്പോൾ. നമ്പർ 1 നീഡിലാണെങ്കിൽ നമുക്കൊരൊറ്റ പ്രാവശ്യം ചുറ്റിയാലും മതി, നല്ല തിക്കായിട്ട് നല്ല കട്ടിക്കിരിക്കും. അപ്പോൾ അതാണ് നീഡിൽ നമ്പർ 1 ആണ് ഫ്രഞ്ച് നോട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ കുറേ സ്റ്റിച്ചസിന് വേണ്ടിയിട്ട് നമ്മൾ നമ്പർ 1 യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ നമ്മുടെ ബേസിക് ക്ലാസ്സുകളിൽ ഞാൻ പഠിപ്പിച്ച് തരാം. അപ്പോൾ ഇത് നോക്കുക, ഈ ഒരു ബീഡ്സിന് ചുറ്റിനും ഇതേപോലെ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് വരരുത് കേട്ടോ. അപ്പോൾ 2 പെറ്റൽസ് 2 നോട്ട്സ് ചെയ്തപ്പോൾ തന്നെ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ഗ്യാപ്പ് വരാത്ത രീതിയിൽ വേണം ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അടുത്തത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം. അപ്പോൾ അടുത്തത് ചെയ്തപ്പോൾ നോക്കുക, അതിനേക്കാളും കുറച്ചുകൂടെ വലിപ്പമുള്ള ബീഡ്സ് ആണ് കേട്ടോ. അപ്പോൾ 2 ടൈംസ് നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം വീണ്ടും 2 പ്രാവശ്യം ചുറ്റിയിട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നോക്കുക, ഈ ഒരു സെൻറ്ററിലെ ബീഡ്സ് അത്യാവശ്യം കുറച്ച് വലുപ്പത്തിലുള്ള ബീഡ്സ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നോട്ട്സ് കൂടുതലായിട്ട് വരും, കാരണം അത് ഇത്തിരി വലുപ്പത്തിലുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതിന് നോക്കുക, 5 പെറ്റൽസ് 5 നോട്ട്സ് മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു 7 നോട്ട്സ് എങ്കിലും നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു രീതി എന്ന് പറയുന്നത് കേട്ടോ. കണ്ടോ, ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ആകുമ്പോൾ ചെറിയ ചെറിയ ഫ്ലവർ ആയിപ്പോയി. അപ്പോൾ അടുത്തത് ചെയ്തപ്പോൾ ഇത്രയുടെ വലിപ്പത്തിലുള്ള ഫ്ലവറായി. കണ്ടോ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നല്ലോ. കണ്ടോ, ഇതിപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ചെയ്യുമ്പോഴും സെയിം അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ഡിസൈനൊക്കെ നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു 2 ഫ്ലവർ തമ്മിലുള്ളൊരു വ്യത്യാസം നോക്കുക. ചെറിയ ബീഡ്സ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള പെറ്റൽസ് ആണെങ്കിൽ നമുക്ക് ഇച്ചിരിയും കൂടെ ആഡ് ചെയ്യാമായിരുന്നു. പക്ഷേ ഞാൻ ആദ്യം ചെയ്തപ്പോൾ ഇത്തിരി ഗ്യാപ്പ് വന്നു പോയി. അതുകൊണ്ടാണ് ഒരു പെർഫെക്ഷൻ ഇല്ലാണ്ട് പോയത് ആദ്യത്തെ ഒരു ഫ്ലവർ. അതിന് ശേഷം പിന്നെ നമ്മൾ ബാക്കിയുള്ള ഫ്ലവേഴ്സൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. പിന്നെ യോക്കിൻ്റെ പോർഷനിലും നമ്മൾ ഇതേപോലെ ഒരു പെറ്റൽസ് ഒരു ഫ്ലവേഴ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് നോട്ടും അതേപോലെ തന്നെ ബീഡ്സ് വർക്കും. അപ്പോൾ ബാക്കിയുള്ള പോർഷനും നിങ്ങൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ അളവുകളൊക്കെ കൃത്യമായിട്ട് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാൻ. നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ അവിടെ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഫ്രഞ്ച് നോട്ടും ബീഡ്സും ഒക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫൈനൽ ലുക്ക് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് കളറും കൂടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്